ഇത് വീട്ടിൽ കിടന്ന പഴയൊരു മുളയാണ്. പിന്നെ ഇത് ചിരട്ടയാണ്. ഈ ചിരട്ടേനെ ഞാൻ ഈ മുള ഇതിനുള്ളിലോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കാൻ പാകത്തിന് ഞാൻ ഈ ചിരട്ടയ്ക്ക് ഒരു ഹോളിട്ട് കൊടുത്തേക്കുവാണ്. ആക്സോ ബ്ലേഡ് വെച്ചിട്ട് മുറിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. മുളയുടെ ഭാഗവും നന്നായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുള ചുമ്മാ ഈ ചിരട്ടയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയില്ല. മുളയിൽ ഞാൻ വിചാരിച്ചു ഈ കയറൊന്ന് ചുറ്റാണ്. അപ്പോൾ വീട്ടിൽ വേസ്റ്റായിട്ടിരിക്കുന്ന ഇങ്ങനത്തെ അപ്പോൾ ഒരെണ്ണം നീളം കൂടിയതും ഒരെണ്ണം നീളം കുറഞ്ഞതും. എന്നിട്ട് നമ്മൾ ഈ പാട്ടൊന്നും ഇവിടെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്നാണ് ചുറ്റി തുടങ്ങുന്നത്. അപ്പോൾ ഈ നീളം കുറഞ്ഞതിൻ്റെ മേലേക്കൂടെ ഈ കയറ് ഇങ്ങനെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഫുൾ കെട്ടി കൊടുക്കുക. കണ്ടോ? ഇത് ഫുള്ളിങ്ങനെ റൗണ്ട് ചെയ്ത് വരും. നല്ല മുറുക്കി ചുറ്റി വരിക. കിട്ടിയില്ലേ? ഇനി ഈ പോർഷൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിനുള്ളിൽ കൂടെ ഒന്ന് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വലിക്കുക. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്ത് ഇവിടെ ഇങ്ങനെ കെട്ടണം. കെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്യണം. പിന്നെ ഇത് നന്നായിട്ട് പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ വലിക്കണം. വലിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ വലിക്കണം. വലിച്ച് കഴിയുമ്പോൾ നല്ല ഫിറ്റായിട്ടിരിക്കും. ഇത്രയും ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഭാഗം ഇതിനുള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങുകയും ചെയ്യും. ഇത്രയും ഭാഗത്ത് നമ്മുടെ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമ്മുടെ അപ്പോൾ ഫ്ലവർ വേസ് റെഡിയായി. ഫ്ലവർ വേസിൻ്റെ രൂപം. ഇനി നമുക്കിതിലോട്ട് വെക്കാൻ പോകുന്നത് ഇതുപോലത്തെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന പാഴ്ചെടികളാണ്. ഈ പാഴ്ചെടികളെല്ലാം ഡ്രൈ ആക്കി എടുത്തതാണ്. ചിലതൊക്കെ അതിൽ തന്നെ ഡ്രൈ ആയിട്ട് നിന്നതാണ്. അപ്പോൾ ഇത് നമുക്കിനി ഇതിൽ അറേഞ്ച് ചെയ്യാം. അങ്ങനെ എല്ലാ ഡ്രൈ പ്ലാന്റ്സും വെച്ചു. അതിൻ്റെ ഒപ്പം നമ്മുടെ കുറച്ച് ബാംബു ലീവ്സും വെച്ചു. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്ലവേഴ്സിൻ്റെ ഈ ഫ്ലവർ വേസ് റെഡിയായി.